എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 5ാമത്തെ ചാപ്റ്റർ പ്രാചീന തമിഴകം. ഇതിൽ നിന്നും PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. പ്രാചീന തമിഴകത്തെ ശവമടക്കു രീതിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പ്രാചീന തമിഴ് കൃതിയാണ് പുറനാനൂറ്. പ്രാചീന തമിഴകത്തെ ശവമടക്ക രീതിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പ്രാചീന തമിഴ് കൃതി പുറനാനൂറ്. മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്യുന്ന രീതി പ്രാചീന തമിഴകത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത്തരം കലങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? നന്നങ്ങാടികൾ എന്നാണ് അറിയപ്പെടുന്നത്. മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്യുന്ന രീതി പ്രാചീന തമിഴകത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത്തരം കലങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നന്നങ്ങാടികൾ. പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന പ്രധാന മഹാശില സ്മാരകങ്ങളാണ് കൽവളയം, കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല് എന്നിവ. മഹാശില സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം അറിയപ്പെടുന്നത് മഹാശില കാലഘട്ടം. മഹാശില സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം അറിയപ്പെടുന്നത് മഹാശില കാലഘട്ടം എന്നാണ്. പ്രാചീന തമിഴകത്തിന്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ മഹാശില സ്മാരകങ്ങൾ, നാണയങ്ങൾ, പഴന്തമിഴ് പാട്ടുകൾ, സഞ്ചാരക്കുറിപ്പുകൾ, തമിഴ് ലിഖിതങ്ങൾ എന്നിവയാണ്. പ്രാചീന തമിഴകത്തിന്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ മഹാശില സ്മാരകങ്ങൾ, നാണയങ്ങൾ, പഴന്തമിഴ് പാട്ടുകൾ, സഞ്ചാരക്കുറിപ്പുകൾ, തമിഴ് ലിഖിതങ്ങൾ എന്നിവയാണ്. മഹാശില കാലഘട്ടത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. വാളുണ്ട്, ചുണ്ടക്കുളുത്തുണ്ട്, കുന്തമുണ്ട്, കത്തി, ആണികൾ, വിളക്കുകൾ എന്നിവയൊക്കെയാണ്. മഹാശിലാ കാലഘട്ടത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ഉപകരണങ്ങളാണ് വാള്, ചുണ്ടക്കൊളുത്ത്, കുന്തം, കത്തി, ആണികൾ, വിളക്കുകൾ എന്നിവയൊക്കെ. മഹാശിലാ കാലഘട്ടത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇരുമ്പ് ഉപകരണങ്ങളായിരുന്നു. മഹാശിലാ കാലഘട്ടത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇരുമ്പ് ഉപകരണങ്ങളായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാം. മഹാശിലാ കാലഘട്ടം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഏത് യുഗമായാണ് കണക്കാക്കിയിരുന്നത്? ഇരുമ്പ് യുഗമായിട്ടാണ് കണക്കാക്കുന്നത്. മഹാശിലാ കാലഘട്ടം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഏത് യുഗമായാണ് കണക്കാക്കുന്നത്? ഇരുമ്പ് യുഗം. മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്ന് വായിച്ചു പോയാൽ മതി. കൊടുമണൽ, അളകരി, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ, ചേരമനങ്ങാട്, മറയൂർ, ഉമ്മിച്ചിപ്പൊയിൽ എന്നിവയാണ് മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളവും ഉൾപ്പെടുന്ന പ്രദേശം അറിയപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകം എന്നായിരുന്നു. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളവും ഉൾപ്പെടുന്ന പ്രദേശം അറിയപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകം എന്നായിരുന്നു. പ്രാചീന തമിഴകത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പഴന്തമിഴ് പാട്ടുകൾ സഹായിക്കുന്നു. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സംഘസാഹിത്യം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പഴന്തമിഴ് പാട്ടുകൾ സഹായിക്കുന്നുണ്ട്. ഈ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഘസാഹിത്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം. സംഘസാഹിത്യങ്ങൾ സമാഹരിക്കപ്പെട്ട കാലഘട്ടം BC 300 CE 300 ഇടയിലാണ്.
സംഘസാഹിത്യങ്ങൾ സമാഹരിക്കപ്പെട്ട കാലഘട്ടം BCE 300-നും CE 300-നും ഇടയിൽ. സംഘസാഹിത്യങ്ങൾ സമാഹരിക്കപ്പെട്ട കാലഘട്ടം BCE 300-നും CE 300-നും ഇടയിലാണ്. നാടാകൊൻറോ കാടാകൊൻറോ ആവല സംഘസാഹിത്യത്തിലെ ഏത് പ്രധാന കവിയത്രിയുടെ വരികളാണിത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഔവ്വയാറിന്റെ വരികളാണ്. നാടാകൊൻറോ കാടാകൊൻറോ ഇത് സംഘസാഹിത്യത്തിലെ ഏത് പ്രധാനപ്പെട്ട കവിയത്രിയുടെ വരികളാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഔവ്വയാറിന്റെ വരികളാണ്. സംഘകാല സാഹിത്യ കവികളാണ് പ്രധാനപ്പെട്ടത്. കവികൾ പരണർ, മധുരൈ നക്കീരൻ, പാലാ ഗൗതമനാർ എന്നിവർ. സംഘകാല സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കവികളായിരുന്നു കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമൻ എന്നിവർ. സംഘകാല സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കവയിത്രിയായിരുന്നു ഔവ്വയാർ. സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയിത്രിയായിരുന്നു ഔവ്വയാർ. പഴന്തമിഴ് പാട്ടുകളുടെ തരംതിരിവുകൾ അകംപാട്ടുകൾ, പുറംപാട്ടുകൾ എന്നിങ്ങനെയാണ്. പഴന്തമിഴ് പാട്ടുകളുടെ തരംതിരിവുകൾ അകംപാട്ടുകൾ, പുറംപാട്ടുകൾ എന്നിവ ഇങ്ങനെയാണ്. തിണകളെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകളാണ് പഴന്തമിഴ് പാട്ടുകൾ. തിണകളെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകളാണ് പഴന്തമിഴ് പാട്ടുകൾ. വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകൾ അറിയപ്പെടുന്നത് അകംപാട്ടുകൾ എന്നാണ്. വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകൾ അറിയപ്പെടുന്നത് അകംപാട്ടുകൾ എന്നാണ്. യുദ്ധം, കച്ചവടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകളാണ് പുറംപാട്ടുകൾ. യുദ്ധം, കച്ചവടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകളാണ് പുറംപാട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. പഠിക്കേണ്ടുന്നവയെ ശ്രദ്ധിച്ച് സംശയാതീതമായി പഠിക്കുക. പഠിച്ചതിനു ശേഷം ആ പഠിപ്പിനുതകുന്ന വിധത്തിൽ നടക്കുക. ആ പഠിപ്പുകൾ കൊണ്ട് അതിനൊത്ത തത്വദീക്ഷയോടെ ജീവിക്കുക. ഇത് ഏത് കൃതിയിലെ പ്രധാന സന്ദേശമാണ്? തിരുക്കുറൾ. പഠിക്കേണ്ടുന്നവയെ ശ്രദ്ധിച്ച് സംശയാതീതമായി പഠിക്കുക. പഠിച്ചതിനു ശേഷം ആ പഠിപ്പിനുതകുന്ന വിധത്തിൽ നടക്കുക. ആ പഠിപ്പുകൾ കൊണ്ട് അതിനൊത്ത തത്വദീക്ഷയോടെ ജീവിക്കുക. ഇത് ഏത് കൃതിയിലെ പ്രധാന സന്ദേശമാണ്? തിരുക്കുറൾ. തേൻ നെയ്യോടു കിഴങ്കു മാറിയോർ മീൻ നല്ലോടു തറവു മുറുക്കും. ഈ വരികൾ കാണാൻ സാധിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാല് പെരുന്നാറ്റുപടൈ എന്ന കൃതിയിലാണ്. തേൻ നെയ്യോടു കിഴങ്കുമാറിയോർ മീൻ നെല്ലോടു തറവു മുറുക്കും. ഈ വരികൾ കാണാൻ സാധിക്കുന്നത് പെരുന്നാരാറ്റുപടയിലാണ്. കുറിഞ്ചിയിൽ നട്ടുണ്ടാക്കിയ കറിയെ പറ്റിയും കുരുമുളക് തോട്ടങ്ങളെ പറ്റിയും പരാമർശിച്ചിട്ടുള്ള രചനകൾ പഴന്തമിഴ് പാട്ടുകളാണ്. കുറിഞ്ചിയിൽ നട്ടുണ്ടാക്കിയ കറിയെ പറ്റിയും കുരുമുളക് തോട്ടങ്ങളെ പറ്റിയും പരാമർശമുള്ള രചനകൾ പഴന്തമിഴ് പാട്ടുകളാണ്. പ്ലീനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ കാട്ടുവിളയെന്ന് അഭിപ്രായപ്പെട്ട വിളയാണ് കുരുമുളക്. പ്ലീനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ കാട്ടുവിളയെന്ന് അഭിപ്രായപ്പെട്ട വിളയാണ് കുരുമുളക്. പ്ലീനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ കാട്ടുവിളയാണെന്ന് അഭിപ്രായപ്പെട്ട വിള കുരുമുളക്. പ്രാചീന തമിഴകത്തെ കാടും മലയും നിറഞ്ഞ പ്രദേശമായിരുന്നു കുറിഞ്ചി. പ്രാചീന തമിഴകത്തെ കാടും മലയും നിറഞ്ഞ പ്രദേശമായിരുന്നു കുറിഞ്ചി എന്ന് പറയുന്നത്. വനവിഭവ ശേഖരണം, വേട്ടയാടൽ, പുനം കൃഷി തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന കാട്ടിലും മലയിലും താമസിച്ച വിഭാഗമായിരുന്നു കുറിഞ്ചി വിഭാഗം. വന വിഭവ ശേഖരണം, വേട്ടയാടല്, പുനം കൃഷി തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന കാട്ടിലും മലയിലും താമസിച്ചിരുന്ന വിഭാഗത്തെ കുറിഞ്ചി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നെല്ല്, കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മരുതം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നെല്ല്, കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മരുതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള കൊടുനാക്ക് ഘടിപ്പിച്ച തലപ്പ ഉപയോഗിച്ചിരുന്ന കർഷകർ നിലനിന്നിരുന്ന തിണ ഏതാണ് എന്ന് ചോദിച്ചാൽ മരുതം തിണയാണ്. ഇരുമ്പ് കൊണ്ടുള്ള
കൊഴുനാക്ക് ഘടിപ്പിച്ച തലപ്പ ഉപയോഗിച്ചിരുന്ന കർഷകർ നിലനിന്നിരുന്ന തിണ മരുതം തിണയാണ്. പുനം കൃഷി ഇന്നും പിന്തുടരുന്ന ഗോത്ര സമൂഹമാണ് അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങൾ. പുനം കൃഷി ഇന്നും പിന്തുടരുന്ന ഒരു ഗോത്ര സമൂഹമാണ് അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങൾ. കന്നുകാലി വളർത്തൽ പ്രധാന തൊഴിലാക്കിയിരുന്ന പുൽമേടുകൾ ഏതു പേരിൽ അറിയപ്പെട്ടു എന്ന് ചോദിച്ചാൽ മുല്ലൈ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കന്നുകാലി വളർത്തൽ പ്രധാന തൊഴിലാക്കിയിരുന്ന പുൽമേടുകൾ ഏതു പേരിൽ അറിയപ്പെട്ടു? മുല്ലൈ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാലിസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് വെടിച്ചി എന്നാണ്. കാലിസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് വെടിച്ചി എന്നാണ്. കന്നുകാലി കവർച്ച പ്രധാന തൊഴിൽ മേഖലയാക്കിയിരുന്ന വരണ്ട പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന തിണവിഭാഗമാണ് പാലൈ. ഇതൊക്കെ 10th പ്രിലിംസിന് നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കന്നുകാലി കവർച്ച പ്രധാന തൊഴിൽ മേഖലയാക്കിയിരുന്ന വരണ്ട പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന തിണവിഭാഗമാണ് പാലൈ എന്ന് പറയുന്നത്. തീരപ്രദേശത്ത് വസിച്ചിരുന്ന പ്രധാന തിണവിഭാഗമാണ് നെയ്തൽ. തീരപ്രദേശത്ത് വസിച്ചിരുന്ന പ്രധാന തിണവിഭാഗം നെയ്തലാണ്. മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലും മുഖ്യ തൊഴിലിലാക്കിയ ജനവിഭാഗമാണ് നെയ്തൽ. മീൻപിടിക്കലും ഉപ്പുണ്ടാക്കലും മുഖ്യ തൊഴിലാക്കിയ ജനവിഭാഗമാണ് നെയ്തൽ. ഉപ്പളങ്ങളിൽ കെട്ടി നിൽക്കുന്ന കടൽവെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കിയിരുന്ന ജനവിഭാഗം നെയ്തൽ പ്രദേശത്തെ ജനവിഭാഗമാണ്. ഉപ്പളങ്ങൾ കെട്ടി നിൽക്കുന്ന കടൽവെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കിയിരുന്ന ജനവിഭാഗമായിരുന്നു നമ്മുടെ നെയ്തൽ ജനവിഭാഗം എന്നുള്ളത് തിരിച്ചറിയാം. നെയ്തൽ ജനവിഭാഗം. ഉപ്പളത്തിന്റെ മറ്റൊരു പേരാണ് പടന്ന. ഉപ്പളത്തിന്റെ മറ്റൊരു പേരാണ് പടന്ന. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായത്തെക്കുറിച്ച് സംഘം പാട്ടുകളിൽ പരാമർശിച്ചിരിക്കുന്നു. ഈ സമ്പ്രദായം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നൊടുത്തൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായത്തെക്കുറിച്ച് സംഘം പാട്ടുകളിൽ പരാമർശിച്ചിരുന്നു. ഈ സമ്പ്രദായം നൊടുത്തൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രാചീന തമിഴകത്തെ അന്തിച്ചന്ത ഏതു പേരിൽ അറിയപ്പെടുന്നു? അല്ലലാവണ്ണം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തെ അന്തിച്ചന്ത ഏതു പേരിൽ അറിയപ്പെടുന്നു? അല്ലലാവണ്ണം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തെ രാവിലത്തെ ചന്ത ഏതു പേരിൽ അറിയപ്പെടുന്നു? നാളങ്ങാടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തെ രാവിലത്തെ ചന്ത ഏതു പേരിൽ അറിയപ്പെടുന്നു? നാളങ്ങാടി. സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൈമാറ്റ വിഭവമായിരുന്നു ഉപ്പ്. സംഘകാല ഘട്ടത്തിലെ പ്രധാന കൈമാറ്റ വിഭവമായിരുന്നു ഉപ്പ്. ഉപ്പ് വിനിമയം നടത്തിയിരുന്ന പ്രധാന കച്ചവട സംഘം അറിയപ്പെട്ടിരുന്നത് ഉമണർ എന്നായിരുന്നു. ഉപ്പ് വിനിമയം നടത്തിയിരുന്ന പ്രധാന കച്ചവട സംഘം അറിയപ്പെട്ടിരുന്നത് ഉമണർ എന്നായിരുന്നു. ഉമണർ നെയ്തൽ പ്രദേശത്തു നിന്നും ഉപ്പും ഉണക്കമീനും ശേഖരിച്ച് മറ്റു തിണകളിൽ വിതരണം ചെയ്തു. അവയ്ക്കു പകരം കുരുമുളക്, സുഗന്ധദ്രവ്യങ്ങൾ, വനവിഭവങ്ങൾ തുടങ്ങിയവ ശേഖരിച്ചു. ഈ വിനിമയം കൂടുതൽ നടന്നിരുന്നത് ഏത് കാലത്തായിരുന്നു എന്ന് ചോദിച്ചാൽ വേനൽക്കാലത്തായിരുന്നു. ഉമണർ നെയ്തൽ പ്രദേശത്തു നിന്നും ഉപ്പും ഉണക്കമീനും ശേഖരിച്ച് മറ്റു തിണകളിൽ വിതരണം ചെയ്തു. അവയ്ക്കു പകരം കുരുമുളക്, സുഗന്ധദ്രവ്യങ്ങൾ, വനവിഭവങ്ങൾ തുടങ്ങിയവ അവർ ശേഖരിച്ചു. ഈ വിനിമയം കൂടുതലായി നടന്നിരുന്നത് വേനൽക്കാലത്തായിരുന്നു. ഉമണർ പ്രധാനമായും കച്ചവടം നടത്തിയിരുന്നത് വേനൽക്കാലത്തായിരുന്നു. അതിന്റെ കാരണങ്ങൾ ഒന്ന് വായിച്ചു പോവാം. കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പുകാലം മഴ കഴിഞ്ഞ സമയമായിരുന്നു. ഉപ്പുണ്ടാക്കുന്നതും ഉണക്കമീൻ ഉണ്ടാക്കുന്നതും വേനൽക്കാലത്താണ്. അതുകൊണ്ടാണ് അവർ ഈ വിനിമയം വേനൽക്കാലത്ത് നടത്തിയിട്ടുള്ളത്. റോമക്കാർ പ്രധാനമായും പ്രാചീന തമിഴകത്ത് നിന്ന് കൊണ്ടുപോയിരുന്നത് കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു. റോമക്കാർ പ്രധാനമായും പ്രാചീന തമിഴകത്ത് നിന്ന് കൊണ്ടുപോയിരുന്നത് കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു.
പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവമാണ് ചക്ക എന്ന് പറയുന്നത്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവം ചക്കയായിരുന്നു. ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങളെക്കുറിച്ചും റോമൻ ഗ്ലാസുകളുടെ അവശിഷ്ടങ്ങളെക്കുറിച്ചുമെല്ലാം വിവരങ്ങൾ ലഭിച്ചിരുന്ന എറണാകുളം ജില്ലയിലെ സ്ഥലമാണ് പട്ടണം. ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങളെക്കുറിച്ചും റോമൻ ഗ്ലാസുകളുടെ അവശിഷ്ടങ്ങളെക്കുറിച്ചുമെല്ലാം വിവരങ്ങൾ ലഭിച്ചിരുന്ന എറണാകുളം ജില്ലയിലെ സ്ഥലമായിരുന്നു പട്ടണം. പ്രാചീന തമിഴകത്തെ വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്ന 3 പ്രധാന അധികാര കേന്ദ്രങ്ങളായിരുന്നു ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ എന്നിവർ. പ്രാചീന തമിഴകത്തെ വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്ന 3 പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളായിരുന്നു ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ എന്നിവർ. മൂവേന്തന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ഇവരാണ്. ആരൊക്കെയാണ്? ചേരന്മാർ, പാണ്ഡ്യന്മാർ, ചോളന്മാർ എന്നിവർ. മൂവേന്തന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ചേരന്മാർ, പാണ്ഡ്യന്മാർ, ചോളന്മാർ എന്നിവരാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ചേരന്മാരുടെ തലസ്ഥാനം മുജിരിയായിരുന്നു. ചേരന്മാരുടെ, രണ്ടിലും ചായുണ്ട് എന്നൊക്കെ വെച്ച് ഓർത്തിരിക്കുക. ചേരന്മാരുടെ തലസ്ഥാനം മുജിരി. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായിരുന്നത് മധുരയായിരുന്നു. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരൈ. ചോളന്മാരുടെ തലസ്ഥാനമായിരുന്നത് ഉറയൂറാണ്. അപ്പോ ചേരന്മാരുടെ തലസ്ഥാനമായിരുന്നത് മുജിരി, പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായിരുന്നത് മധുരൈ, ചോളന്മാരുടെ തലസ്ഥാനമായിരുന്നത് ഉറയൂർ ആണ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രാചീന തമിഴകത്തെ പ്രധാന തുറമുഖ പട്ടണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുജിരി, തൊണ്ടി, കാവേരിപ്പട്ടണം, വാഗൈ, മാതൈ എന്നിവയായിരുന്നു. പ്രാചീന തമിഴകത്തെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുജിരി, തൊണ്ടി, കാവേരിപ്പട്ടണം, വാഗൈ, മാതൈ എന്നിവയാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ പേർക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.